അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ്, അതായത് മുട്ട ദോശ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കോഴിമുട്ടയാണ് നമ്മൾ മുട്ട ദോശയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. ഒരു ചെറിയൊരു സവോളയാണ്, ഒത്തിരി വലിയ സവോളയല്ല. ചെറിയൊരു ഇഞ്ചി കഷ്ണമുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത്. ഒരു പച്ചമുളക് അതും വളരെ ചെറുതായിട്ടെടുത്ത്. പിന്നെ കറിവേപ്പിലയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 5-6 കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനമാണ് നമ്മുടെ ദോശമാവ് വേണം. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമുക്ക് മുട്ടയൊക്കെ പൊട്ടിക്കാം. എല്ലാവർക്കും മുട്ടയൊക്കെ പൊട്ടിക്കാൻ അറിയാമല്ലോ, അതൊന്നും വലിയ കാര്യമില്ല. മുട്ട പൊട്ടിക്കാൻ ഒരുപാടില്ല, എടുത്ത് താഴോട്ടിട്ടാലും മുട്ട പൊട്ടിക്കിട്ടും അല്ലേ. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതിൻ്റെ വെള്ളയും മഞ്ഞയും എല്ലാം കൂടെ തന്നെ നമുക്ക് കിട്ടും. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം വേണം നമുക്ക് നമ്മുടെ ഈ ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ മുട്ട ചിലപ്പം മഞ്ഞയായിട്ടും വെള്ളയായിട്ടും ഒക്കെ കിടക്കും. അവർക്കൊരു അതിന് യോജിപ്പിച്ചാൽ അതെ. അപ്പോൾ ഇത് മുട്ട മിക്സ് ചെയ്യാനായിട്ട് നല്ലത് ഇതുപോലത്തെ ഒരു സാധനമാണ്. അതുകൊണ്ട് പെട്ടെന്നാകും. സ്പൂണാണേലും മതി. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും. സാധാരണ വീടുകളിലൊക്കെ സ്പൂണോ തവിയുടെ കണ വെച്ചിട്ടോ ഒക്കെ അങ്ങനെ കൈയിട്ടാണെങ്കിലും കുഴപ്പമില്ല. ബീറ്റ് ചെയ്തത് അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഉള്ളി ചേർക്കാം. ഉള്ളിയൊക്കെ നമ്മൾ കഴിയുന്നതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കൊത്തിയരിയാൻ പറ്റുമെങ്കിൽ കൊത്തിയരിയ, അല്ലെങ്കിൽ ഇനി നമ്മുടെ ഇഞ്ചി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ കുരുമുളക്. ഇത്ര സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. അപ്പം നമ്മുടെ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും മുട്ടയ്ക്കും എല്ലാത്തിനും കൂടെ ചേർത്തുള്ള ഉപ്പ് നമ്മളങ്ങ് ചേർത്തിരിക്കുക. എന്നിട്ട് ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇതുണ്ടല്ലോ, ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും കാണുന്നില്ല. വളരെ വേഗം ചെയ്യാനും പറ്റും. മാവ് നമ്മുടെ കയ്യിൽ വേണം, സ്റ്റോക്ക് വേണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടേ. നമ്മൾ ഈ മുട്ട ഉണ്ടാക്കിയ പാത്രം കഴുകാൻ പോകണ്ട, ദോശപാത്രം കഴുകാൻ പോകണ്ട, ഏതെങ്കിലും ഒരൊറ്റ പാത്രം കഴുകിയാൽ മതി. അങ്ങനെയൊക്കെയുള്ള കുറെ അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പോൾ സംഭവം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ദോശമാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ദോശമാവ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പം 2 മുട്ട ആണ് എടുത്തിരിക്കുന്നത്. അതിന് 1 കപ്പ് മാവാണ് നമ്മൾ എടുക്കുന്നത്. നന്നായിട്ട് പൊളിച്ച് പൊങ്ങിയ മാവാണ്. അതൊന്ന് വളരെ നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ വേണം മാവ് എടുക്കാനായിട്ട്. നമ്മൾ നല്ല ദോശമാവ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമ്മൾ നേരത്തെ ഒരു ഊത്തപ്പത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ എൻഡ് കാർഡിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുണ്ട് എങ്ങനെ നല്ല ദോശമാവ് തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സിങ്ങിലെ കാര്യം ഇരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ചേർത്തിരിക്കുന്ന ആ സാധനങ്ങളൊക്കെ ഇല്ല, നമ്മൾ ഉള്ളി മറ്റേ മുളകും അതൊക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും എത്തണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതുപോലെ അപ്പോൾ അവിടെ മാവ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു സ്റ്റേജിൽ വേണം നിൽക്കാനായിട്ട്. അതായത് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ സാധാരണ ദോശമാവിൻ്റെ അകത്ത് അല്പം വെള്ളം ചേർക്കുമല്ലോ. അപ്പോൾ ഇതിന് വെള്ളം ചേർക്കണ്ട കേട്ടോ. മാവിന് ഒരു സ്വല്പം കട്ടി വേണം. കാര്യം നമ്മൾ മുട്ട ചേർക്കുമ്പോൾ ഓൾറെഡി ഒന്ന് ലൂസാവും, വരുമ്പോഴത്തേക്ക് ഒന്ന് ലൂസ്. അതുകൊണ്ട് നമ്മൾ അരച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ മാവിരിക്കണം. അപ്പോൾ അതേ സംഭവം നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പാനിലാണ് നമ്മുടെ പരിപാടി. പാനും ചൂടായിട്ട് നമുക്കപ്പോൾ ഒരു തവി ഉപയോഗിച്ച് വേണം ഇനി ഇത് ഒഴിക്കാൻ. പരിപാടിയൊക്കെ തന്നെയാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മള് മുട്ടയും പിന്നെ അതിനുള്ള ഓംലെറ്റിനുള്ള സാധനങ്ങളും എല്ലാം കൂടെ
മസാല. അങ്ങനെ പറയാം. അപ്പൊ നമുക്ക് എണ്ണ ചെറുതായിട്ട് തടവി കൊടുക്കാവേ. നോൺ സ്റ്റിക് പാൻ ആണ്, എന്നാലും നമ്മളൊരു സ്വല്പം എണ്ണ തടവുകയാണ്. ഇതൊക്കെ ഈ നോൺ സ്റ്റിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുമ്പോ നോൺ സ്റ്റിക്ക് ആയിരിക്കും, പിന്നെ സ്റ്റിക്ക് ചെയ്യാവും. അതൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ചൂടായിട്ടുണ്ട്. അതെ, പിന്നെ നമുക്ക് മാവ് ഒന്ന് ഇളക്കി സാധാരണ നമ്മൾ ദോശയ്ക്ക് ഒഴിക്കുന്ന പോലെ തന്നെ ഒന്ന് ഇളക്കുക, എന്നിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക എല്ലായിടത്തും. ഒന്ന് ഇത് കൊടുത്താൽ മതി. ഇപ്പൊ എത്ര വലുപ്പം വേണോ അത്ര വലുപ്പത്തില്. ഇതെന്താ ഇങ്ങനെ ഷേപ്പ് വ്യത്യാസം വരുന്ന വെച്ചാൽ ഇതില് നമ്മള് കുറെ സാധനങ്ങളൊക്കെ എക്സ്ട്രാ ചേർത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അമീബ പോലൊക്കെ നമുക്കിരിക്കും. അമീബയിലൊക്കെ ഒന്നൊരു കാര്യമില്ല. തിരിച്ചിട്ട് സാധാരണ ദോശ നമ്മൾ തിരിച്ചിടുന്ന അതേ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് തിരിച്ചിട്ടാം. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി നോക്കുക, സൈഡൊക്കെ എല്ലാം റെഡിയായോ, എന്നിട്ട് അങ്ങ് തിരിച്ചിടുക. ഇത് സാധാരണ നമ്മൾ ചില ഇതില് മറ്റേ എന്താ പറയുക ദോശമാവ് അതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് മുട്ട അതിന്റെ പുറത്ത് പൊട്ടിച്ചു അങ്ങനെ ചെയ്യുന്നതുണ്ട്. പക്ഷെ അതിനേക്കാളും ഒക്കെ ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നതുണ്ട്. അപ്പൊ അത് നമ്മൾ മറിച്ചിട്ട് ഒരു സൈഡ് നന്നായിട്ട്. ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദോശയ്ക്ക് നമ്മൾ അരച്ച് അല്ലെങ്കിൽ മാവ് ഒഴിച്ച് കഴിയുമ്പോഴത്തേനും അതിന്റെ വെള്ള കളറായിരിക്കും. പക്ഷെ ഇതിന് ചെറിയൊരു മഞ്ഞ കളർ. നമ്മൾ മഞ്ഞളൊന്നും ചേർത്തില്ല. അതെ, വേറെ സാധനങ്ങളൊന്നും ചേർത്തില്ല. നമ്മള് ഇഞ്ചി, കുരുമുളകും സവോള ഇത്ര സാധനങ്ങളുണ്ട്. കുരുമുളക് ഓപ്ഷണൽ ആണ്, അത് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുഞ്ഞു പിള്ളേർക്ക് കഴിക്കുമ്പോൾ അവർക്ക് എരി പ്രശ്നം ഉണ്ടെങ്കിൽ കുരുമുളക് ചേർക്കണമെന്നില്ല. കറിവേപ്പിലയും നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. മറിച്ചിടുക. അങ്ങനെ തിരിച്ചു മറിച്ച് 2 പ്രാവശ്യം ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം, കരിഞ്ഞു പോകാതെ. ഇപ്പൊ സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒന്നുകൂടെ തിരിച്ചിടണം. അപ്പൊ ഉണ്ടല്ലോ ഒന്നുകൂടെ ഒരു കളറിനൊരു ചെറിയൊരു. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ദോശ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എണ്ണ തടവിട്ട് നമുക്ക് ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം. നമ്മളപ്പോൾ രണ്ടാമത്തെ ദോശ നമ്മൾ ദോശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കിയ സാധനം നന്നായിട്ട് ഇതുണ്ട്, 2 സൈഡും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി ആർഭാടാവും. ഇങ്ങനെ വേണേലും സൂപ്പർ. അപ്പോൾ ഇത് നമുക്കിത് ബാക്കിയോടെ ചുട്ടിട്ട് നമുക്ക് കാണാം. നമുക്കപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ സംഭവം നമുക്ക് ഇങ്ങനെ എടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് അപ്പം നമ്മുടെ മുട്ട ദോശ സംഭവം റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഈ ഉള്ളിയൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി നമുക്ക് ഒഴിവാക്കാം. ഉള്ളി മാറ്റിയിട്ട് ബാക്കി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ചെയ്യാം. ഇതിനകത്തുണ്ടല്ലോ നമുക്കിപ്പം ഈ മറ്റേ നമ്മുടെ ക്യാരറ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ ചുരണ്ടി ഇട്ടിട്ടാണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സംഭവം നല്ല ടേസ്റ്റാണ് സാധനം. ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, പിന്നെ എളുപ്പമാണ്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ സ്കൂളിൽ സ്നാക്കായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ കൂടുതൽ നല്ലത് ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മൾ മുട്ട നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റിന് ചെറിയ ഒരു വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇനി ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. അറിയാവുന്നവരൊക്കെ ഉണ്ടാവും, എന്നാലും അറിയാൻ മേലാത്തവർ കാണുമല്ലോ. ദോശമാവ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് ദോശമാവ് നമ്മൾ നേരത്തെ ഒരു ഊത്തപ്പം ചെയ്തായിരുന്നു. അപ്പൊ അതിൻ്റെ അത് ദോശമാവ് എങ്ങനെ തയ്യാറാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ മേളിൽ കൊടുത്തേക്കാം. അതും കൂടെ ഒന്ന് കണ്ടോ, എൻ്റെ കടലിൽ കൊടുത്തേക്കാം. പിന്നെ അപ്പം ഇതുപോലെ ഒന്ന് മുട്ട ദോശ തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പം, കറികളൊന്നും വേണ്ട. ചൂടുള്ള രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ പറ്റും. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. സംഭവം എന്താ പറയുന്നത്, ഹെൽത്തിയാണിത്, ഈസിയാണിത്, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ബെല്ല് അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ പെട്ടെന്ന് തന്നെ നമുക്ക് മൊബൈലിൽ കാണാനൊക്കെ പറ്റും. അപ്പം പിന്നെ വേറെ ഒന്നും പറയാനില്ല. അപ്പം മുട്ട ദോശ തയ്യാറാക്കി നോക്കുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo,
I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.